ഒരു മിനിറ്റ് ഈ കാര്യം പറയാണ്ട്. ഞാനേ എത്ര പ്രാവശ്യം പിന്നാലെ എടുക്കണം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയും. ഇന്ന അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന റോട്ടിൽ വെച്ചിട്ട് ശല്യം ചെയ്യല്ല ചെയ്യാ. എന്റെ അച്ഛനോടോ അമ്മയോടോ ഒന്ന് നേരിട്ട് വന്ന് ചോദിക്കല്ലേ ചെയ്യാ. അച്ഛനല്ലേ? അതെ. എന്താ എന്റെ പേര് ബാബുവാണ്. എന്തേ പോന്നേ ചേട്ടാ? നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടാ. ഈ ആ തെങ്ങമ്പറമ്പിലെ ചന്ദന്റെ മോനല്ലേ? ഇവിടെ ഒരു പണം തൊഴിൽ ഇല്ലാണ്ട് നടക്കണ അതല്ലേ നിന്റെ അച്ഛൻ? അല്ല എന്താ പെങ്ങളൊക്കെ ഉദ്ദേശം? നിങ്ങൾക്കൊക്കെ എന്താ തൊഴില്? അനക്കെന്താ പണിയുള്ളത്? അനക്കങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇവിടെ പോയി നിൽക്കലല്ലേ പണി? ഇജ്ജ് എന്നോട് വന്നിട്ട് പെണ്ണിനെ വയ്ക്കണ്, മോളെ കെട്ടിച്ചേരെ വയ്ക്കണ്. ഇറങ്ങിയ പോടാ അവിടെ നിന്റെ മുന്നിൽ നിന്ന്. ഞാൻ എൻ്റെ മോൾക്കേ ബിസിനസ്സുകാരെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. അല്ലാണ്ട് എന്നെ പോലെ ഈ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇവിടെ ഇരിക്കണവർക്ക് കെട്ടിച്ചു കൊടുക്കാനുള്ളതല്ല. ഒരു പെണ്ണ് അന്വേഷിച്ച് വന്നിക്കണ്. ആ ഐസൊക്കെ വാങ്ങിത്തരാ. ഇച്ചിരി പണി പഠിക്കരുത് കേട്ടോ. ആ ബാബു വരുന്നുണ്ട്. ബാബുവേട്ടന്റെ കല്യാണം ഒന്നും കഴിഞ്ഞില്ല. അവന് സ്നേഹിച്ചൊരു പെൺകുട്ടിനെ. അതോ ആ പെണ്ണിന്റെ അച്ഛനാണെങ്കിലോ അവനക്ക് കെട്ടിച്ചു കൊടുക്കൂല, വേറെ കെട്ടിച്ചും ചെയ്തു. ഇവനാണെങ്കിൽ ആ പെണ്ണെന്നെ മതി പറഞ്ഞിട്ട് ഇരിക്കുക. എന്നിട്ടോ ആ പെണ്ണിന്റെ ഭർത്താവ് മരിക്കുകയും ചെയ്തു. അതിൽ 2 കുട്ടികളും ഉണ്ട്. ബാബു ഇജ്ജ് കൊടുക്ക. ഇപ്പോഴും ആ പെണ്ണിനെ മനസ്സിൽ വെച്ച് നടക്കുക. വേറെ പെണ്ണുങ്ങളെ നോക്കി കെട്ടിയിട്ട് ജീവിച്ചുറക്ക. ആ പെണ്ണാണെങ്കിൽ കെട്ടുകയും ചെയ്തു, 2 കുട്ടികളായി, ഭർത്താവ് മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ചിന്തിച്ച് നടന്നോ? എന്താ ബ്രോക്കറെ, ആദ്യമായിട്ട് കണ്ടുമുട്ടിയൊരു കുട്ടിയാണ്. മനസ്സിനോട് പോണില്ല. എന്തുണ്ടായിട്ട് എന്താ ഇപ്പൊ ആയി ചിന്തിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. അനക്ക് കെട്ടിച്ചൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ അവള് ഭർത്താവ് മരിച്ചപ്പോ ഇരിക്കുക. ഇതൊന്നും ഇപ്പൊ പോയി ചോദിച്ചോക്ക് കെട്ടിച്ചു തരുമെന്ന്. അന്ന് ഞാനേ ചോദിച്ചപ്പോളേ വലിയ ബിസിനസ്സുകാർക്ക് കൊടുക്കുള്ളൂ പറഞ്ഞു. ഇന്നിപ്പോ വേണമെങ്കിൽ പോയി ചോദിച്ചോ. ഇവനിക്ക് ഐസ് വേണം പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കാൻ പോവാ. അല്ല സ്നേഹ, എന്താ കുട്ടികളെ വർത്താനം? പഠിച്ചോണ്ടിരിക്കുന്നു. അല്ല സ്നേഹ, ആ ബാബുവിന്റെ കാര്യം ഇപ്പൊ കണ്ടോ? അവനിപ്പോ കണ്ടിട്ടുള്ളൂ. അന്നെ ആലോചിച്ചുകൊണ്ട് അവൻ നടക്കുക. അന്റെ മക്കളിപ്പോ എന്താ? സ്കൂളിൽ പോയിട്ട്. അതെ, അതെനിക്ക് വിധിയില്ല. പിന്നെ അച്ഛൻ എനിക്ക് നടത്തി തന്നതോ ഇഷ്ടമില്ലാത്തൊരു കല്യാണമായിരുന്നു. അത് അതുപോലെ തന്നെയായി. ശരി. അച്ഛാ ഞാൻ പോയിട്ട് വരാം. ശരിട്ടോ മോളെ, പോയിട്ട് വരാം കേട്ടാ. പോയിട്ട് വരുമ്പോഴേ പൈസ ഗൂഗിൾ പേ ചെയ്തു തരും. ബാബുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ബാബു നല്ലൊരു വിഷമത്തിലാണ്. ഇപ്പോ ആദ്യം ഇഷ്ടമാണ് പറഞ്ഞ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാനൊന്ന് കണ്ട് കുറെ സംസാരിച്ചു. അപ്പൊ അവനിപ്പോ ഇതുവരെ ആ ഇഷ്ടമുള്ള കാരണമാണ് ഇതുവരെ കല്യാണം കഴിക്കാണ്ട് പാവം കാശം തരുന്നു. പാവം ഞാൻ പറഞ്ഞു അവർക്ക് 2 കുട്ടികളാണ്, പഴയ സ്നേഹമല്ല അവള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഈ കാര്യം ഇതാ അവളെ അച്ഛനോട് പോയി ചോദിച്ചു. അപ്പൊ കുട്ടീനെയും കൂടി സ്വീകരിക്കുകയാണെങ്കിൽ, കുട്ടികളെ സ്വീകരിക്കുകയാണെങ്കിൽ ചെറുപ്പണമെന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ നിന്റെ അഭിപ്രായം എന്താ? ഞാനും വഴിയിൽ വെച്ചിട്ട് കണ്ടു. എന്നോട് ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അച്ഛനോടും അമ്മോടും വന്ന് സംസാരിക്കട്ടെ, ഞാനും പറഞ്ഞു. എന്നിട്ട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എവിടെ ജോലി? ഏത് അംഗനവാടിയിലാ? ഇവിടെ അടുത്താ. അവിടെ ജോലി കിട്ടിയില്ലേ? ഓക്കെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞത് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിപ്പിക്കുന്നു പറഞ്ഞിരുന്നേ. അതുകൊണ്ട് ചോദിക്കാൻ കാരണം ആദ്യം വേറെ അംഗനവാടിയില്ലായിരുന്നു. അടുത്തേക്ക് കിട്ടി. ജോലി എപ്പോഴും വേണം കേട്ടോ, നല്ലതാണ്. കാരണം നമ്മുടെ ജീവിതം അവസ്ഥ കണ്ടില്ലേ, ജോലി ഇല്ലാത്തൊരു പ്രയാസമാണ് ജീവിക്കുക. അപ്പൊ സ്ത്രീകൾക്ക് ജോലി വേണം. ഞാൻ അച്ഛനെ കാണേണ്ട ആവശ്യമില്ല. പോയിട്ട് വരാം. ശരി ട്ടാ. ശരി. നല്ല സ്നേഹ, ജോലിക്കായിട്ടൊക്കെ കിട്ടിയായിരുന്നു. ഇവിടെ അടുത്തേക്ക് കിട്ടി. ഈ അംഗനവാടിക്ക് മാറി. എവിടേക്കാ പോയി കൂടിയിട്ട്? സ്കൂളില്ലാത്തോണ്ടേ
അപ്പൊ ഞമ്മന്റെ പിന്നാലെ തന്നെ. അതല്ലേ? ആ ശരി. ആ ശരി. ചന്ദ്രേട്ടാ, നമസ്കാരം. എന്താ വിശേഷമൊക്കെ? ഇരിക്കി. എന്താ ഇവനെ കാണണമെന്ന് പറഞ്ഞിരുന്നു, അപ്പൊ ഞാൻ അവനായിട്ട് പോന്നാ. നമ്മുടെ ബ്രോക്കർ അല്ലേ? മോളുടെ കല്യാണക്കാരി നീ എന്റെ ശരിയാക്കിയെന്നു. അല്ല എന്താ ചെയ്യാ ചന്ദ്രേട്ടാ, നമുക്കിത് ചൂന്നോക്കാൻ പറ്റുമോ? 1.5 കൊല്ലൊന്നും വലിയ കുഴപ്പമുണ്ടായില്ലെന്നായി കേട്ടത്. അതിന് ശേഷം കള്ളൂടിയും പ്രശ്നങ്ങളും കാര്യങ്ങളും തല്ലും കുത്തും എന്നും ബഹള. എന്നും ചന്ദ്രേട്ടനോട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. സങ്കടമായി എന്തായാലും. എന്താ പറഞ്ഞ കാര്യം? ലാസ്റ്റ് ഓന്റെ ജീവിതം ഓൻ തന്നെയാണ് നശിപ്പിച്ചും ചെയ്തു. ചന്ദ്രേട്ട ഞാനോട് അറിഞ്ഞാ നിങ്ങൾ സംസാരിച്ചിരിക്കും. ആയിക്കോട്ടെ. ടെൻഷൻ അടിക്കണ്ടെന്നേ. എന്താ ചെയ്യാ, ഓരോ വിധിയല്ലേ. ഞാൻ പോട്ടെന്നാ. ടെൻഷനൊന്നുമില്ല. ശരിട്ടാ. ആയിക്കോട്ടെ. എന്തായാലും വേണ്ടില്ല, രണ്ട് കൽപ്പിച്ചാലും അച്ഛനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. നമസ്കാരം. ബാബുവാ, എന്താ വർത്താനം? ഇരിക്കെ. ബാബുവാ, എന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞില്ലേ? എത്ര കുട്ടികളായി എനക്ക്? ചന്ദ്രേട്ടാ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ചന്ദ്രേട്ടന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോ കല്യാണം വേണ്ടെന്ന് വെച്ചു. ഓ, അങ്ങനെ ഉണ്ടായത്. ചന്ദ്രേട്ടാ, ഞാൻ ഒന്നുകൂടി ചോദിക്കുക, നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചു തരുമോ? ബാബുവോ, ഈ അന്ന് കണ്ട സ്നേഹമില്ല. സ്നേഹക്ക് 2 കുട്ടികളുണ്ട് ഇപ്പോ, അറിയോ? ചന്ദ്രേട്ടാ, എനിക്ക് കെട്ടിച്ചു തരാച്ചാലേ ഞാൻ പൊന്നു പോലെ നോക്കിക്കൊണ്ട്. ചന്ദ്രേട്ടാ, ബാബു ഇപ്പൊ പഴയ പോലെ അല്ല കേട്ടോ. നല്ല സെറ്റപ്പായി. ഗൾഫിലൊക്കെ പോയപ്പോഴേ കുറെ സ്ഥലമായി, വീടൊക്കെ വെച്ചു. കുഴപ്പമില്ല. ഓക്കെ, എനിക്കിപ്പോ എന്ത് കാണും പേടിയാ. എന്റെ മോളുടെ അവസ്ഥ കണ്ടില്ലേ? ഓള് ഇപ്പൊ രാവിലെ ജോലിക്ക് പോയോ വൈകിട്ട് വരിക. ശരിയാവും. ഇതിപ്പോ എന്താവാന്നൊന്നും പറയാൻ പറ്റില്ല. പേടിച്ചിട്ടാ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ബാബുവിനൊക്കെ നന്നായി അറിയപ്പോ. ഇനി അതൊക്കെ ശരിയായിക്കോളും. ഈ പറഞ്ഞൊക്കെ മനസ്സിലായി. അന്ന് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന്റെ തീരുമാനത്തിലാണ് കെട്ടിച്ചോട്ട്. അതിലിപ്പോ 2 കുട്ടികളായി. ഞാൻ ഒന്ന് മോളോട് ചോദിക്കട്ടെ, മോളെ സമ്മതം എന്താണെന്ന് അറിയണ്ടേ? ചോദിച്ചിട്ട് വരാട്ടോ. മോളെ, ബാബു വന്നിട്ടുണ്ട്. അച്ഛാ, ഞാൻ എല്ലാം കേട്ടു. എന്നെ നോക്കണ പോലെ എന്റെ 2 പൊന്നുമക്കളെയും നോക്കണം. ഒക്കെ ബാബു നോക്കിക്കോളും മോളെ. പിന്നീട് നമുക്ക് പറ്റില്ല കേട്ടോ. ബാബുവിന് സമ്മതം കൊടുക്കട്ടെ. ബാബുവോ, ഞാൻ മോളോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. പൊന്നു മോളെ നോക്കണം കേട്ടോ. മോളെന്നെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു എനിക്കറിയാം കേട്ടോ. മക്കളെ വിളിക്കാട്ടോ. മക്കളെ ഇവിടെ വന്ന മക്കളെ, എന്റെ മക്കൾ ഇതാട്ടോ. പൊന്നു പോലെ നോക്കണം കേട്ടോ. എന്റെ മക്കളെ